കേന്ദ്ര സർക്കാരിൻ്റെ ഏകീകൃത പെൻഷൻ പദ്ധതിയെപ്പറ്റിയുള്ള ചർച്ചകൾ മുറുകുകയാണ്. പെൻഷൻ പദ്ധതി വളരെ ഗുണകരമാണ് എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ BJP വിരുദ്ധ സർക്കാരുകൾ അതിനെ എതിർക്കാനുള്ള ശ്രമത്തിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പുതിയ പെൻഷൻ പദ്ധതി അനുകൂല ഘടകമാകും എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. ഹരിയാനയിലും ജമ്മു കശ്മീരിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും ഒപ്പം നിർത്താനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് സർക്കാർ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. ഇത് 23 ലക്ഷത്തിലധികം ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്നൊരു വിഷയമാണ്. സംസ്ഥാനങ്ങൾ കൂടി ഈ പെൻഷൻ പദ്ധതിയിൽ ഭാഗമാക്കാകുമ്പോൾ അത് 90 ലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തോട് അനുകൂലമായി നിലപാടെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഏക്നാഥ് ഷിൻഡെ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ചേരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആശങ്കയോടുകൂടിയാണ് പുതിയ പെൻഷൻ പദ്ധതിയെ ഉറ്റുനോക്കുന്നത്. നിലവിൽ ഈ പെൻഷൻ പദ്ധതിയിലേക്കുള്ള സർക്കാരിൻ്റെ സംഭാവന 14% അത് 18% മുകളിലേക്ക് ഉയരും. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് ചിന്തിക്കാൻ ആകില്ല. നിലവിൽ തന്നെ ശമ്പളവും പെൻഷനുമൊക്കെ നൽകാൻ ഏറെ പ്രയാസപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. വികസന പദ്ധതികൾക്ക് നയാ പൈസയില്ല. അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ തുക ഇതിനായി നീക്കിവെക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുന്ന ഒന്നല്ല. കേന്ദ്ര സർക്കാരിന് പഴയ പെൻഷൻ പദ്ധതി വലിയ ബാധ്യതകൾ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് പുതിയ പെൻഷൻ പദ്ധതിയിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. 6250 കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം പെൻഷൻ നൽകാനായി കേന്ദ്ര സർക്കാർ മാറ്റിവെക്കേണ്ടത്. ഇത് റെയിൽവേയും അതുപോലെ നമ്മുടെ സൈന്യവും ഒഴിച്ചുള്ള കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ മേഖലയിലാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വ്യക്തമാകും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പുതിയ പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ പെൻഷൻ നിധിയിലെ തുക ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും എന്ന ഒരു ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട്. കോർപ്പറേറ്റുകളെയാകും ഇത് സഹായിക്കുക എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപം. അല്ലാതെ തന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയണം എന്ന ഒരു നിലപാട് പല സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ പഴയ പെൻഷൻ പദ്ധതി അതേപോലെ തുടരുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നാണ് ഈ പുതിയ പെൻഷൻ സാധ്യതകളെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ തലവനായ TV സോംനാഥ് വ്യക്തമാക്കുന്നത്. പുതിയ പെൻഷൻ പദ്ധതി ചില കാര്യങ്ങളിൽ ഗുണകരമാണ്. അത് പെൻഷൻ തുകയെ സംബന്ധിച്ചൊരു സ്ഥിരത ഉറപ്പുവരുത്തുന്നു. ഒപ്പം ഒരു മിനിമം പെൻഷൻ ഗ്യാരണ്ടി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള ഗുണകരമായ കാര്യങ്ങൾ പരിശോധിക്കണം എന്നതാണ് അവരുടെ ഒരു നിലപാട്. മാത്രവുമല്ല, ഈ അവസാന വർഷത്തിൻ്റെ 12 മാസത്തിൻ്റെ ശരാശരിയുടെ 50% ഒരു റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് പെൻഷനായി കിട്ടും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ പുതിയ പെൻഷൻ പദ്ധതി വഴി കഴിയുകയും ചെയ്യുന്നുണ്ട്. പഴയ പെൻഷൻ പദ്ധതി മിനിമം പെൻഷനെക്കുറിച്ച് പറയുന്നില്ല. പുതിയ പെൻഷൻ പദ്ധതിയിൽ മിനിമം പെൻഷൻ ഉണ്ട് എന്നത് ഗുണകരമാകും എന്ന് അവർ പറയും. അതുപോലെ കുടുംബത്തിന് ഈ ജീവനക്കാരൻ പെൻഷൻ പറ്റിയതിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന് പെൻഷൻ കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു മാർഗനിർദ്ദേശവും ഈ UPS നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഏകീകൃത പെൻഷൻ സംവിധാനത്തിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമാവുകയാണ്. നേരത്തെ കുറെ കൂടി ഗുണകരമായൊരു പെൻഷൻ പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വാദിക്കുന്നവർ ഉണ്ട്. അപ്പോൾ അവർക്ക് അന്ന് ഈ ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണവും നടന്നിരുന്നു. 80 വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ 20% വർദ്ധിച്ചിരുന്നു. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ വർദ്ധിക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് പലതരത്തിൽ മാറി ചിന്തിക്കുകയാണ് സർക്കാരുകൾ എന്നത് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. പക്ഷേ പെൻഷൻ ഒരു വലിയ ബാധ്യതയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുകളിലേക്ക് നീങ്ങുന്നു. മാത്രമല്ല, യൂണിവേഴ്സൽ പെൻഷൻ എന്ന ആശയം പലരും നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം പെൻഷൻ നൽകുക എന്നത് ഒരു ശരിയായ രീതിയില്ലെന്നും എല്ലാ വിഭാഗം ആളുകൾക്കും പെൻഷൻ നൽകണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ഉയർന്നിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ക്ഷേമനിധി എന്ന രീതിയിൽ അതിൽ പരമാവധി കൂടുതൽ പണം നൽകി ആളുകളുടെ വയസ്സ്
ആകുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരുകൾ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പെൻഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ എവിടെയും അത് ഒരു താരതമ്യത്തിന് യോഗ്യമല്ല എന്നതും വ്യക്തമാണ്. അപ്പം സാധാരണക്കാരായ ആളുകളും അവരുടെ പ്രായമായ കാലഘട്ടത്തിൽ അവരും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒരു നല്ല പെൻഷൻ പദ്ധതിയുടെ ഭാഗമായാൽ അവർക്കത് ഗുണകരമാകും എന്ന വാദം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ യൂണിവേഴ്സൽ പെൻഷൻ പ്രോഗ്രാം എന്ന തരത്തിലൊക്കെയുള്ള ആശയങ്ങൾ പൊന്തി വന്നത്. പക്ഷേ ഇതൊക്കെ വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് ഒരു സർക്കാരിന് മുകളിലേക്ക് വെച്ച് കെട്ടുന്നത്. സാധാരണക്കാരായ ആളുകൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നാണ് ഇതിനൊക്കെയുള്ള തുക സർക്കാർ കണ്ടെത്തുന്നത്. അത് വലിയ ബാധ്യതയായി നിൽക്കുന്നു എന്നത് അത് മറികടക്കാനുള്ള ഒരു ശ്രമത്തിന് എപ്പോഴും സർക്കാർ അത്തരം ആലോചനകൾ നടത്തുന്നു എന്നതുകൂടി നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഏതായാലും 2025 ഏപ്രിൽ 1 പുതിയ പെൻഷൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തും. കേരളം എന്ത് നിലപാടെടുക്കും എന്നത് വളരെ ഗൗരവപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കുന്നു. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാകും എന്നാണ് പ്രതീക്ഷിക്കാൻ ഉള്ളത്. ഈ UPS എന്ന ഈ യൂണിഫൈഡ് പെൻഷൻ സ്കീമിൽ സർക്കാരിൻ്റെ ടേണിനെയാണ് വ്യക്തമാക്കുന്നത് എന്ന ആക്ഷേപവുമായി കോൺഗ്രസ് രംഗത്തെത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് ഈ പെൻഷൻ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും വരാനിരിക്കുന്ന രാഷ്ട്രീയ ദിനങ്ങളിൽ പെൻഷൻ ഒരു വലിയ ചർച്ചാ വിഷയമാകുകയും അത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യം ഓരോ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമാണ്. അവരെ കൂടെ നിർത്താൻ ഉള്ള ഒരു ശ്രമം എല്ലാ കാലഘട്ടങ്ങളിലും സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചില അപ്രതീക്ഷിത പരാജയങ്ങൾ ഉണ്ടായി. അത് ചില മണ്ഡലങ്ങളിൽ ഉണ്ടായ ആ പരാജയം BJPയെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികളിലും അതുപോലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിലും വളരെ സസൂക്ഷ്മം വേണം നിലപാടെടുക്കാൻ എന്ന ഒരു പാഠവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ വിശ്വാസത്തിലെടുക്കാനും ഇടത്തട്ടുകാരെ, പ്രത്യേകിച്ച് ഈ മധ്യവർത്തികളായിട്ടുള്ള വിഭാഗത്തെ കൂടെ നിർത്താനുമൊക്കെയുള്ള ശ്രമം BJP നടത്തുകയും ചെയ്യുന്നുണ്ട്. പുതിയ പെൻഷൻ പദ്ധതി ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും എന്നത് എല്ലാവരും സഗൗരവത്തോടെ വീക്ഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കണക്കാക്കിയായിരിക്കും വരാനിരിക്കുന്ന ദിനങ്ങളിൽ BJP അവരുടെ ഒരു ദേശീയ നയം അല്ലെങ്കിൽ ഒരു ഭരണപരമായ നയം തീരുമാനിക്കുക എന്നതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ പെൻഷൻ പദ്ധതി ഈ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നു.